നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട്. ഇന്നലെയാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. സർക്കാർ അറിഞ്ഞില്ല ഓഹരി കൈമാറ്റമെന്ന് പറഞ്ഞു. പിന്നീട് സർക്കാരിന് കത്ത് കൊടുക്കുകയാണ് അദാനി ഗ്രൂപ്പ്. അതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചു എന്ന് കരുതാം. മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും എതിർസ്വരങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിലുണ്ട്. ഇന്നലെ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട ധനകാര്യ ബിൽ നിയമസഭ പാസാക്കി. ഇനി അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്താണ് എന്നറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളും നിയമ പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് വർഷങ്ങളായി. കഴിഞ്ഞ രണ്ട് സർക്കാരിൻ്റെയും കാലത്ത് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങൾ നടത്തുന്നുവെന്നും INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് നിർണായകമായ നിമിഷങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്, ഫുട്ബോൾ ലോകകപ്പ് വാർത്തകളുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അടുത്ത ഒരു മണിക്കൂർ. ആദ്യം തലക്കെട്ടുകൾ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ നിർണായക നടപടി. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. ഹാജരാകാൻ നോട്ടീസ് അയക്കും. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-യുടെ അക്കൗണ്ട് വിവരങ്ങളുടെ പരിശോധനയും ഉടൻ. ഓപ്പറേഷൻ നുംകൂറിൽ നടപടി തുടരാൻ കസ്റ്റംസ്. ഭൂട്ടാൻ കാർ കടത്തിൽ നടൻ ദുൽഖർ സൽമാനെതിരെ നിയമ നടപടികൾ തുടരും. ചോദ്യം ചെയ്യൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. നടപടി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം. കേസെടുത്തത് ജിഹാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി. തമിഴ്നാട്ടിൽ ആളിക്കത്തി രാഷ്ട്രീയ അട്ടിമറി വിവാദം. TVK സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ പ്രതിരോധത്തിലായി DMK. അറസ്റ്റിലായ ഇടനിലക്കാർക്ക് സെന്തിൽ ബാലാജിയും സഹോദരനുമായി ബന്ധമുണ്ടെന്ന അന്വേഷണ സംഘം. കൂറുമാറ്റാൻ MLA-മാർക്ക് വാഗ്ദാനം ചെയ്തത് 35 കോടി വീതം. പശ്ചിമേഷ്യൻ സമാധാന നീക്കങ്ങളിൽ നേരിയ പുരോഗതി. ദോഹയിലെ അനൌദ്യോഗിക ചർച്ച ഗുണകരമെന്ന് ഖത്തർ. ചർച്ചയായത് ധാരണാപത്രത്തിലെ വിവിധ വ്യവസ്ഥകൾ. ചർച്ചയിൽ വൻ മുന്നേറ്റമെന്ന് ട്രംപ്. ഇംഗ്ലണ്ടും ബെൽജിയവും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. കോങ്കോയെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് ഹാരി കെയ്ന്റെ ഇരട്ട ഗോൾ മികവിൽ. 2 ഗോളിന് പിന്നിലിന് ശേഷം സെനഗലിനെ വീഴ്ത്തി ബെൽജിയം. ബോസ്നിയക്കെതിരെ USA 1-0 മുന്നിൽ. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി അത് നാളുകളായി നമ്മുടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ സർക്കാർ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ കേസിൽ പ്രധാന പ്രതി എന്ന് ആലോചിക്കണം. പക്ഷേ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ 2 ടേമിലും ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികളിൽ വെല്ലപ്പോക്കായിരുന്നു. സ്വാധീനം അത് ഏതൊക്കെ തലങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് അന്നും ഇന്നും രാഷ്ട്രീയ കേരളം ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി എന്ന് കണ്ടെത്തിയ കേസിൽ ഹൈക്കോടതിയിൽ ഇന്ന് നിർണായകമായ ദിവസമാണ്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കാഷ്യൂ കോർപ്പറേഷന്റെ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി റിപ്പോർട്ട് സർക്കാർ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട വിവരം. അത് രണ്ടുപേരുടെയും INTUC സംസ്ഥാന പ്രസിഡന്റ് ഒഴിയേണ്ടി വരും, സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ സംഘടനയിൽ വലിയ റിഫ്റ്റ് കണ്ടിരുന്നു. ഇവർ മറ്റൊരു രീതിയിൽ ഓഫീസ് അടക്കം തുടങ്ങാനുള്ള നീക്കങ്ങളൊക്കെ INTUC-ലെ ഒരു വിഭാഗം ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ R ചന്ദ്രശേഖരൻ്റെ ഭാവിക്ക് തന്നെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ കരുതലിൽ വീഴ്ത്തുന്ന ഒരു സംഭവമായി ഇത് മാറിയേക്കാം. വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടമാണ്. കടകംപള്ളി മനോജ് എന്ന കൊല്ലം സ്വദേശി നടത്തുന്ന ഒരു നിയമ പോരാട്ടത്തിൻ്റെ ആത്യന്തിക റിസൾട്ട് കൂടിയായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, കോടതിയിൽ നിർണായകമാണ്. കോടതിയുടെ ഡയറക്ഷനുണ്ട്. സർക്കാരിന് അതനുസരിച്ചേ മതിയാവൂ. ഒപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കേസിൽ തുടരുന്ന മെല്ലെപ്പോക്ക് അത് അവസാനിക്കുകയാണ്.
രഞ്ജിത്ത്, ഈ കേസിലെ കഴിഞ്ഞ കുറെ നാളുകൾ രഞ്ജിത്ത് സൂചിപ്പിച്ച് ശരിയാണ്. കാരണം ഈ കേസിൽ ഒരു മെല്ലെ പോക്ക് എന്ന രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ കേസിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്നതാണ്. കാരണം ഇതിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് സർക്കാർ തത്വത്തിൽ അനുമതി നൽകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇതിലേക്ക് പ്രതി ആകുന്ന സ്ഥിതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു എന്നത് തന്നെയാണ്. അതിനൊരു പ്രോസിക്യൂഷൻ അനുമതി, കാരണം ഇത് അഴിമതി നിരോധന നിയമ വകുപ്പ് പ്രകാരമെല്ലാം തന്നെയാണ് കേസ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോസിക്യൂഷൻ അനുമതി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു നടപടികളിലേക്ക് പോവുകയും വേണം. അപ്പോൾ അതിനൊരു അന്തിമ അനുമതി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പോൾ INTUC സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഈ കേസിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ്. ഈ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നതെല്ലാമാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഏതായാലും INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായ ഒരു കേസ്, കോടിക്കണക്കിന് രൂപയുടെ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തിയത്, ഇതൊക്കെ ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്കായി വരികയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കോടതി കാണുകയും പ്രോസിക്യൂഷനടക്കം അനുമതി നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. സർക്കാർ ഏറ്റവും ഒടുവിൽ ആ കോടതി നിലപാടിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. കാത്തിരുന്ന് കാണണം ഏതായാലും ഇപ്പോൾ ഈ കേസിന്റെ ഭാവി എന്താണെന്നുള്ളത്. ഡാനി, തുടരാം. രഞ്ജിത്ത്, അപ്പോൾ തുടർ നടപടികളിലേക്ക് അടക്കം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് കോടതി നടപടികൾ അതിൻ്റെ വഴിക്ക് തുടരട്ടെ എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശനും അടക്കുന്ന സർക്കാർ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയും അത് ഇന്ന് കോടതിയിൽ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ കോടതിയെ അറിയിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത നടപടികളിലേക്ക് നീങ്ങും. 2 തവണയാണ് ഇതിൽ CBI പ്രോസിക്യൂഷൻ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ അനുമതി തേടുകയും ചെയ്തത്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് നിരാകരിക്കുകയായിരുന്നു. പല സാങ്കേതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതൊരു നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് നിരാകരിച്ചത്. പക്ഷേ എന്നാൽ അത് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിലേക്ക് അടക്കം വരുന്നൊരു സാഹചര്യങ്ങളിലേക്ക് വന്നു. എന്തായാലും ഇപ്പോൾ ഈ കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇത് അനുമതി നൽകാനുള്ള പ്രോസിക്യൂഷൻ അനുമതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അതുകൊണ്ട് CBI അന്വേഷണത്തിന്റെ തുടർ നടപടികളിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യും. വൈകാതെ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ നടപടികളിലേക്ക് വരുമ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്ന കാര്യമടക്കം കോടതി അറിയിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ വൈകാതെ മറ്റ് നടപടികളിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യും. തീർച്ചയായും കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസ് വർഷങ്ങളായി ഇങ്ങനെ സർക്കാരിൻ്റെ തണലിൽ പ്രതികൾ വിലസിയ കാലങ്ങളുണ്ടായിരുന്നു. ഈ സർക്കാരുകൾ മാറി മാറി വന്നാലും പ്രതികൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടുന്ന പശ്ചാത്തലം കൂടി അതിനിപ്പോൾ മാറ്റം വരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കോടതിക്ക് മുന്നിൽ എത്തുകയും ചെയ്യുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം, മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED തയ്യാറെടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഇതിനകം 2 തവണ വീണ വിജയനെ ED ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഒരു തവണ വീണയുടെ തിരുവനന്തപുരത്തെ HDFC ബാങ്കിന്റെ ലോക്കർ തുറന്ന് പരിശോധിക്കുമ്പോഴും വീണയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, വീണയുടെ ഭർത്താവ് കൂടിയായ മുൻമന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് നോട്ടീസ് അയക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വീണയുടെ അക്കൗണ്ടിൽ നിന്ന് പണം വകമാറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടി ED പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി ഇപ്പോൾ ചേരും. ഡാനി, വീണയ്ക്ക് വീണ്ടും നോട്ടീസ് അയക്കും. അത് നമുക്ക് രണ്ടാമത് ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ അറിയാം. നേരത്തെ തന്നെ വീണ ഹാജരായിരുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട രേഖകൾ ഇതിനകം ED ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ, വ്യക്തതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടെന്ന് കരുതാമോ?
രഞ്ജിത്ത്, നിലവിൽ ആ രീതിയിൽ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം ഈ SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് പിന്നീട് തുടർ നടപടികൾ വളരെ വേഗത്തിലുണ്ടായിരുന്നത്. കാരണം വീണയെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ED വിളിച്ചു വരുത്തുകയുണ്ട്. നമുക്കറിയാം, വീണയ്ക്ക് 29-നാണ് വരാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ വളരെ നേരത്തെ തന്നെ അവരെ വിളിച്ചു വരുത്തുകയും ഈ ചോദ്യം ചെയ്യാനായിട്ട് അവരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത് SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് തുടർന്ന് ഓരോ ദിവസവും എന്നോളം ഈ CMRലുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ചോദ്യം ചെയ്യലിന് EDക്ക് മുൻപാകെ എത്തിയിരുന്നു. ഇതെല്ലാം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരണസ് കർത്ത ഇതിന് ജോയിന്റ് MD ആണ്, അദ്ദേഹത്തെ അടക്കം ചോദ്യം ചെയ്തു. അതിന് ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ അക്കൗണ്ട്സ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് EDക്ക് മുന്നിലേക്ക് എത്തിയത്. ഇതെല്ലാം തന്നെയും ഈ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണയുമായി നടത്തിയ ഇടപാടുകൾ, എക്സാലോജി കമ്പനിയുമായി നടത്തിയ ഇടപാടുകൾ, അത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് തന്നെയാണ് ED അടിവരയിടുന്നത്. അവർ ഈ SFIO റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് തുടർ ചോദ്യം ചെയ്യലിന് വളരെ വേഗം കൂട്ടിയത്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ നടന്നു. ഇനി അതിനുശേഷം വീണ്ടും സമൻസ് അയച്ച ഇവരെ വിളിച്ചു വരുത്താൻ തന്നെയാണ് തീരുമാനം. അതിൽ വീണയുണ്ട്. മറ്റ് ഇതിൽപ്പെട്ട വീണ്ടും സംശയം തീർക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിന് CMR ഉദ്യോഗസ്ഥരെ കൂടി വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. EDയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിൽ CMRL ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നു എന്നത് തന്നെയാണ്. വീണയുടെ കാര്യത്തിൽ സംശയം ബാക്കി ഉത്തരം നൽകാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ പറയാതിരിക്കുകയോ വീണ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ED ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തന്നെയും വീണയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിട്ടുള്ള മറ്റ് പലരിലേക്കും അവരുടെ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലും തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും വീണ വിജയനെ മൂന്നാം തവണയും ഒരു പക്ഷേ ED ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വീണയ്ക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ 2 തവണയും ചില സുപ്രധാന വിവരങ്ങൾ ED കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന ED വൃത്തങ്ങൾ തന്നെ അറിയിച്ച പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിലേക്കും ED അന്വേഷണം കടക്കുന്നു എന്നാണ്. കാരണം റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് നേരത്തെ വീണയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 1.5 ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ CMRലും വീണയുമായി നടന്നിട്ടുണ്ട്. ആ പണം എവിടെ എന്നുള്ള അന്വേഷണത്തിലാണ് ED ഉള്ളത് എന്നാണ്. ഡാനി, മുഹമ്മദ് റിയാസിന്റെ പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട് അതിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ്. ഒരുപക്ഷെ ഈ വീണയുടെ അക്കൗണ്ടിലെ പണം എങ്ങോട്ടേക്ക് വകമാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ആ പണത്തിന്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴാണ് ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തത വരിക. അതിനുള്ള ശ്രമത്തിലാണോ ED? ഏതാണ്ട് ED അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ്. പക്ഷെ അതൊരു ഈ പണം ജീവിത പങ്കാളിയുടെ അക്കൗണ്ടിലേക്കെല്ലാം മാറ്റുന്നത് ഒരു സ്വാഭാവികമായ രീതിയിലേക്ക് തന്നെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കാൻ ഇടയുള്ളത്. കാരണം ഒരു വലിയ രീതിയിലുള്ളൊരു പണമോ മറ്റു കാര്യങ്ങളോ വല്ല സ്വാഭാവികമായും തന്നെ വരുന്ന ഒരു നടപടികൾ എന്ന രീതിയിൽ തന്നെ അതിനെ നിരീക്ഷിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്തു വന്നാലും ഈ ഒരു കാലയളവ് അതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ കാലയളവിൽ വന്നിരിക്കുന്ന പണം, EDയുടെ ഒരു കേസുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇതിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള പണം അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ സമയത്ത് എവിടെ ചെലവഴിച്ചു, ആർക്ക് ലഭിച്ചു എന്നതെല്ലാം തന്നെ വളരെ വിശദമായി പരിശോധിക്കുകയും ഇതുകൊണ്ട് ഏതെങ്കിലും സ്വത്തുവകകൾ ആർജിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് മരവിപ്പിക്കുകയും ചെയ്യുക എന്നതെല്ലാമാണ് EDയുടെ ഒരു നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിശാലമായിട്ട് ഈ കേസ് അതിൻ്റെ ഒരു പരപ്പിൽ തന്നെ പൂർണ്ണമായും അന്വേഷിക്കുകയും ചെയ്യുന്നതും. അതുകൊണ്ടാണ് EDയുടെ ഒരു സ്വത്ത് മരവിപ്പിക്കൽ നടപടികളടക്കം സാധാരണഗതിയിലുള്ള കേസുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പിന്നീട് അത് കോടതിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കണക്കുകളും കാര്യങ്ങളും ബോധിപ്പിച്ചുകൊണ്ടാണ് അത് മാറ്റിയെടുക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ പ്രതികളാകുന്ന പലരും ആ നടപടികളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ EDയുടെ ഒരു നടപടി എന്ന രീതിയിൽ തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകൾ സംബന്ധിയായ കാര്യങ്ങളിലും പരിശോധനകൾ നടക്കുന്നത് എന്നതാണ്. എന്തായാലും ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകും. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് അടക്കമാണ് ED കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലെല്ലാം അതിനോട് തന്നെയാണ് ചേർത്ത് വായിക്കേണ്ടത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെയാണ് ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനത്തിന് ഗവർണറുടെ അനുമതി കിട്ടിയത്. അത് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി മാറുന്നു. പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ ഒരു വിഭാഗത്തിന്റെ വലിയ എതിർപ്പ്, ലീഗിന്റെ പോലും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്.
ഇതിൽ ഭിന്നത മറനീക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് നൽകാനുള്ളത്. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം. RSS പശ്ചാത്തലമുള്ള ആൾ കൂടിയാണ് ശേഷാദ്രിനാഥൻ. ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചത് മണ്ഡല പുനർനിർണയത്തിലടക്കം BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു വിമർശനം. വിഷയത്തിൽ LDFും പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നമുക്കറിയാം 2029 ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതിന് 3 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ കേന്ദ്രത്തിൻ്റെ നീക്കം ഫലിച്ചാൽ 3 വർഷം മാത്രം കാലാവധിയുള്ള ഒരു സർക്കാരായി VD സതീശൻ സർക്കാർ മാറുന്ന ഒരു സാഹചര്യം വിവിധ സംസ്ഥാനങ്ങളിൽ ആ പശ്ചാത്തലമുണ്ട്. അങ്ങനെ വന്നാൽ ഇത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ BJPക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിക്കുമെന്നുള്ള ആക്ഷേപമാണ് PM നിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. നിയാസാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. പരസ്യമായി ഇന്നലെ ന്യൂസ് 18ൻ്റെ പ്രൈം ഡിബേറ്റിലും പരസ്യമായി നിയാസ് പ്രതികരിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. നമുക്കത് നോക്കാം. PM നിയാസിനെതിരെ ജനറൽ സെക്രട്ടറി KC അബു രംഗത്ത് വന്നത് ഇന്നലെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിയമിക്കാൻ കഴിയില്ല എന്നാണ് KC അബു പറഞ്ഞത്. നിയാസ് ഉയർത്തിയത് അനാവശ്യമായ വിവാദമാണെന്നും അബു പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ആണ്. തിരുവനന്തപുരത്ത് പോകുന്നത് മുഖ്യമന്ത്രി കാണുന്നത് വാർത്തയാക്കുന്നത് ശരിയല്ല എന്നാണ് അബുവിൻ്റെ ഒരു വിമർശനം. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ 2 തട്ടുണ്ട് ഈ വിഷയത്തിൽ. MS അനീഷ് കുമാർ ഈ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, നിയാസ് തിരുവനന്തപുരത്ത് വരുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, ഈ വിഷയം അവതരിപ്പിക്കുന്നു. നമുക്കറിയാം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിയാസ് ഏത് പക്ഷത്താണെന്ന്. ഇപ്പോൾ KC അബു മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി വരുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ നിരവധി വിവാദങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ 2 അഭിപ്രായമുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ മറികടന്നു. ഇപ്പോൾ ഈ വിഷയത്തിലും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയാണ് നേതാക്കൾ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അബുവിൻ്റെ പിന്തുണ? തീർച്ചയായും കുറച്ച് നാളുകളായി തന്നെ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങൾ കോഴിക്കോട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വെച്ച മേയർ സ്ഥാനാർത്ഥിയായ PM നിയാസ് കോൺഗ്രസിന്റെ കോട്ടയായ പാറപ്പടി ഡിവിഷനിൽ 3ാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെ BJP വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. 3-4 സീറ്റുകളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കായിരുന്നു അവിടുത്തെ പരാജയം മാറിയത്. അദ്ദേഹത്തിനോട് ആദ്യം മത്സരിക്കാൻ നിർദ്ദേശിച്ച ചാലപ്പുറം ഡിവിഷനിൽ മത്സരിക്കാൻ നിയാസ് വിസമ്മതിക്കുകയും ചെയ്തു. അവിടെ റിബൽ സ്ഥാനാർത്ഥി വരികയും ആ സീറ്റും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അന്ന് മുതൽ തന്നെ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും KC അബുവിന്റെ മകൾ ശോഭിത മത്സരിച്ച് വിജയിച്ച വാർഡായിരുന്നു പാറോപ്പടി. അവിടെ നിയാസിന്റെ തോൽവിക്ക് പിന്നിൽ ശോഭിത അടക്കമുള്ള ആളുകളാണെന്നുള്ള ആരോപണം വരികയും കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസ് ഏറ്റെടുക്കാതെ ലീഗിന് കൈമാറുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പ്രവീൺ കുമാർ ആണ് DCC പ്രസിഡന്റ്. അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു പരിധിവരെ പോവുകയും കോൺഗ്രസിന് വലിയ വിജയം നേടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ DCC പ്രസിഡന്റ് സ്ഥാനത്തൊന്നും പ്രവീൺ മാറി പുതിയൊരാളെ നിയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്ന് PM നിയാസിന്റേതാണ്. താനും അത്തരമൊരു സാഹചര്യത്തിലാണ് PM നിയാസ് പാർട്ടി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പരസ്യമായി ഈ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ജില്ലാ ഘടകത്തിലും ഇപ്പോൾ ചേരിതിരിവുണ്ടായിരിക്കുന്നത്. 2 വിഭാഗമായി ജില്ലാ കമ്മിറ്റിയിൽ ആളുകൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്ത തീരുമാനം തെറ്റാണെന്നും ഇത്തരം സംഘപരിവാർ ബന്ധമുള്ളവരെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരരുതുമെന്നാണ് PM നിയാസ് പറയുന്നത്. അദ്ദേഹം പരസ്യമായി ഇത് ഉന്നയിക്കുക മാത്രമല്ല അതിൽ മാധ്യമങ്ങളെ കാണുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തു. ഇക്കാര്യം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അറിയിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയും അക്കാര്യവും മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഒഴിവാക്കണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഈ KC അബുവും അറാഫത്ത് അടക്കമുള്ള ആളുകൾ, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, അവർ പരസ്യമായി തന്നെ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പാർട്ടിയോടൊരു ആശയവിനിമയം നടത്തുമ്പോൾ അത് പാർട്ടി തലത്തിൽ തന്നെ നിൽക്കണമായിരുന്നു. നിയാസ് ചാലപ്പുറത്ത് നിൽക്കാൻ വിസമ്മതിച്ച കാരണമാണ് ആ സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പാറോപ്പടിയിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് കൊടിവെച്ച മേയറുടെ കാറിൽ സഞ്ചരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഒപ്പം തന്നെക്കാൾ ജൂനിയറായ പല ആളുകളും വലിയ പദവികളിലേക്ക് അല്ലെങ്കിൽ MLA-മാരൊക്കെ മാറുമ്പോൾ അത് ലഭിക്കാത്തതിന്റെ ഒരു ഇച്ഛാഭംഗം ഒരുപക്ഷെ നിയാസിനുണ്ടാവാം. അത് കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും. കോഴിക്കോട്ടെ ആ തർക്കം, പ്രാദേശികമായ ആ തർക്കം സംസ്ഥാന തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഡാന്, ഇപ്പോൾ നിയാസ് ഉയർത്തിയ പ്രശ്നങ്ങൾ മാത്രമല്ല കോൺഗ്രസിലെ മറ്റ് നിരവധി ആളുകൾക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ എതിർപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.
ലീഗിന് ഈ വിഷയത്തിൽ എതിരഭിപ്രായമുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും എടുക്കുന്ന നിലപാട് പോലെ ഇപ്പോൾ ഇന്നലെ നിയമസഭയിൽ വന്ന ധനബില്ലടക്കം അത്തരം നിലപാട് പോലെ തന്നെ മുന്നണിയുടെയും പാർട്ടിയുടെയും എതിർപ്പ് മറികടന്ന് അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള വഴക്കം കൂടി സതീശൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ശേഷാവധാന നിയമനത്തിലും സമാനമായ ഒരു മെയ്വഴക്കം സതീശൻ കാണിച്ചുവെന്ന് വേണം കരുതാൻ. പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലാണോ ഈ വിഷയത്തിൽ എന്ന സംശയമുള്ളവർക്ക് അത് അങ്ങനെ തന്നെയാണെന്ന് ബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് PM നിയാസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ വഴിവെച്ചത്. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ KC അബു മാത്രമാണ് മുഖ്യമന്ത്രിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടുമായി കോൺഗ്രസിൽ നിന്ന് പ്രധാനമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ്. മന്ത്രിസഭയിൽ KM ഷാജി അദ്ദേഹത്തിന് അനുകൂലമായി കഴിഞ്ഞ ദിവസം, അതായത് കഴിവും യോഗ്യതയും അല്ലെങ്കിൽ അനുഭവ പരിചയവുമാണ് മാനദണ്ഡമാക്കിയത് എന്ന് KM ഷാജി മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് മാറി ഇത് കൃത്യമായി, അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപദാസ് മുൻഷി വിഷയത്തിൽ ഇടപെടുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇതേ കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ PM നിയാസ് ശ്രമിച്ചുവെന്നാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അങ്ങനെ ദേശീയ നേതൃത്വം അടക്കം ഇടപെട്ട് പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച് മാത്രമേ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയ ഒരു കാര്യത്തിൽ, അത്തരമൊരു അഭിപ്രായം പങ്കുവെച്ച കാര്യത്തിൽ തിരക്കിട്ട ആ തീരുമാനം എടുത്തതിന് പിന്നിൽ, അല്ലെങ്കിൽ അത് ഗവർണറുടെ ഓഫീസിൽ നിന്ന്, ലോക് ഭവനിൽ നിന്ന് അത് ആ ഫയലിൽ ഒപ്പുവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പാർട്ടിയും VDയും രണ്ട് ദിശയിലാണോ സഞ്ചരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എന്ന ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തുന്നു, മറുവിഭാഗം പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെയാണ് അദ്ദേഹം ഈ ഒരു തീരുമാനവുമായി മുമ്പോട്ട് പോയത്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും, അതായത് മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബജറ്റിൽ നികുതി ശുപാർശ വെക്കുമ്പോൾ, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ശുപാർശ വെക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയമാണ്. അതിൽ അദ്ദേഹം UDFിലും KPCC നേതൃത്വമായി ഒന്നും ചർച്ച നടത്തിയില്ല എന്ന ആക്ഷേപമാണ് മറുവിഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് PM നിയാസ് നടത്തിയ പ്രതികരണത്തെക്കുറിച്ചും രണ്ട് തട്ടിലാണ് അഭിപ്രായങ്ങൾ. കാരണം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിലായിരുന്നില്ല ഈ പ്രതികരണം നടത്തേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു പ്രതികരണം PM നിയാസ് ഇന്നലെ പ്രൈം ഡിബേറ്റിൽ, ന്യൂസ് 8ന്റെ പ്രൈം ഡിബേറ്റിൽ ഈ വിഷയത്തിൽ അതിനിശിതമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. വർഷങ്ങൾ പിറകോട്ടടിക്കുകയാണ് കേരളത്തെ എന്ന തരത്തിലൊക്കെയുള്ള പരാമർശമാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല ഇപ്പോൾ ശേഷാദ്രിനാഥിനെ ഏൽപ്പിച്ചതാണ് പ്രശ്നം. എന്നെയാണ് ഇത് ഏൽപ്പിക്കേണ്ടത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. രാജൻ വക്കീലിന് പറ്റുമെന്ന് ഞാൻ നേരത്തെ ചോദിച്ചു. അല്ലെങ്കിൽ കോഴിക്കോട് കാതിരി വക്കീലുണ്ട്, അല്ലെങ്കിൽ ഈ പ്രസ്താവന ഇറക്കി വിവാദമായി നടത്തുന്ന ആളെ പറ്റുമോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ രാജൻ വക്കീൽ പറഞ്ഞു ഇതൊരു ഒരു റിട്ടയർ ചെയ്ത ജഡ്ജിയായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിട്ടയർ ജഡ്ജി എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ റിട്ടയർ ചെയ്ത ജഡ്ജിമാരാരും തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നില്ല. റിട്ടയർ ചെയ്ത ജഡ്ജിയായിരിക്കണം, കോൺഗ്രസിൻ്റെ അതുപോലുള്ള പോസ്റ്റിലിരിക്കുന്ന ആളാണ്. ഇതൊക്കെ വളരെ വിവരവും ഉണ്ടാവണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ പദവി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വരാനിരിക്കുന്ന 2029 പഞ്ചായത്ത് മാത്രമല്ല, നമുക്ക് 20 ലോക്സഭ 30 അതുപോലെ 140 അസംബ്ലി 210 ആവുമെന്നത് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡീലിമിറ്റേഷൻ കമ്മീഷനായി ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഏക പ്രതിനിധി ഇദ്ദേഹം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഭാഗത്ത് CPMൻ്റെ ആളുകളായി കാലങ്ങളായി പ്രവർത്തിച്ച ഒരു വ്യക്തി, പിന്നീട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് RSSൻ്റെ അവിടെ ഗ്രൂപ്പുകളൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും സ്വീകരണമൊക്കെ കൊടുത്തത് അദ്ദേഹമാണെന്നുള്ളത് എനിക്കൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തീർച്ചയായും അത്തരത്തിലുള്ള ഈ പോസ്റ്റിൽ വന്നാൽ അത് പാർട്ടിക്ക് ഏറെ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോഴും
എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ബോധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പാർട്ടി അക്കാര്യത്തിൽ എന്താണ് കണ്ടെത്തിയതെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഏതായിരുന്നാലും വരാനിരിക്കുന്ന നാളുകളിൽ എനിക്ക് പാർട്ടിയുടെ വേദികളിൽ എനിക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും ഇക്കാര്യം ഞാൻ ചോദിക്കുകയും അത് തീർച്ചയായും അന്വേഷിക്കുകയും ചെയ്യും. ഞാൻ KPCC പ്രസിഡന്റിനാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കോപ്പി മാത്രമാണ് ഞാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ KPCC പ്രസിഡന്റ് ഞാൻ ചോദിച്ചു, ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞോളാം. ഇപ്പോൾ നിയമസഭ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാനത് ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നാണ് അദ്ദേഹം എന്നോട് ഇന്നും അദ്ദേഹം പറഞ്ഞത്. ഇന്നലെയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ സമയം കിട്ടാത്ത കൊണ്ടും അദ്ദേഹം സമയം അനുവദിക്കാത്തത് കൊണ്ടും എനിക്ക് കാണാൻ കഴിയാതിരുന്നത്. ഞാൻ AICCക്ക് കത്തയച്ചേ ഉള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഇടപെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ആദ്യം സംസാരിച്ചത് KC അബു ആണ്. അബു നിയാസിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. നിയാസ് ഇന്നലെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് KPCCക്കും AICCക്കും കത്ത് നൽകിയ കാര്യം വിശദാംശങ്ങൾ പങ്കുവച്ചത്. അനീഷ് തുടരുകയാണ്. അനീഷ്, ഈ അവിടുത്തെ DCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ കാര്യം അനീഷ് പറഞ്ഞു. ഒരുപക്ഷെ ഈ വിഷയത്തെ ഈ തരത്തിൽ കൊണ്ടുവന്നതിൽ ആ തർക്കവും നേതാക്കൾക്കിടയിൽ തമ്മിലുള്ള തർക്കവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് വേണം കരുതാൻ. അതോ നിയാസിന് പിന്നിൽ കോൺഗ്രസിലെ മറ്റൊരു വിഭാഗമുണ്ട് എന്നും ധരിക്കാമോ? ഭാഗങ്ങൾ, അതായത് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒരു പരസ്യമായി പുറത്തു പറഞ്ഞ ആൾ എന്ന് മാത്രം നിയാസിനെ കരുതിയാൽ മതി. പ്രത്യേകിച്ചും KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കോൺഗ്രസിന്റെ ഏതാണ്ട് മലബാർ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് P നിയാസ്. അതായത് വെറും ഒരു ഒറ്റപ്പെട്ട ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന പ്രതികരണങ്ങൾ എന്ന് നമുക്കിതിനെ കരുതാൻ കഴിയില്ല. ഒപ്പം മറ്റ് ചില നേതാക്കൾ കൂടിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളിലും മദ്യ നയവുമായി ബന്ധപ്പെട്ടാലും ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന വിഴിഞ്ഞത്തിന്റെ പുതിയ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പരസ്യമായ എതിർപ്പ് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മദ്യ നയവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവ് VM സുധീരൻ അടക്കമുള്ള ആളുകൾ പരസ്യമായി തന്നെ ആദ്യം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കണ്ടു. പിന്നീട് അദ്ദേഹം ഒരു നിശബ്ദതയിലേക്ക് പോയെങ്കിൽ പോലും മറ്റു ചില ആളുകൾ അപ്രതീക്ഷിതമായ ഫോണുകളിൽ നിന്നും ഇതുപോലുള്ള എതിർപ്പ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഇത്തരമൊരു എതിർപ്പ് ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഒരു ജനറൽ സെക്രട്ടറി ഇത്തരമൊരു കാര്യം ഉന്നയിക്കുമ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒരു അനുമതി ഇല്ലാതെ ഇക്കാര്യം ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ചും PM നിയാസ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇത് KPCC പ്രസിഡന്റിനോടാണ് ആദ്യം അറിയിച്ചത്. AICC അടക്കം ഇക്കാര്യത്തിൽ തന്റെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു ആസൂത്രണം തന്നെ ഇക്കാര്യത്തിലുണ്ട്. തീർച്ചയായും. ഏതായാലും കോൺഗ്രസിലെ ഒരു പുതിയ തർക്കം ഈ അധികാരം ഏറ്റെടുത്ത് ഒരു മാസം കഴിയുമ്പോഴേക്കും VD സതീശൻ സർക്കാരിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നിരവധി തർക്കങ്ങളിൽ ഒന്നാണ്. പല കാര്യങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു. പല കാര്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് അതൊരു പുതിയ കാര്യവുമല്ല. എല്ലാ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷത്തെയാണ് അതാത് മുഖ്യമന്ത്രിമാർക്ക് നേരിടേണ്ടി വരിക എന്നുള്ളത് ഈ പാർട്ടിയുടെ ഒരു ചരിത്രം കൂടിയാണ്. അത് ആവർത്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. മറ്റു വാർത്ത, ഭൂട്ടാൻ കാർ കടത്ത് കേസിൽ നടൻ ദുൽഖറിനെതിരെ കസ്റ്റംസ് നടപടി തുടരും. കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ദുൽഖറിന്റെ 4 കാറുകൾ കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, ഈ വിഷയത്തിൽ ഇനിയും ദുൽഖറിന്റെ പല വാദങ്ങളും അംഗീകരിക്കാൻ കസ്റ്റംസിന് സാധിക്കുന്നില്ല. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതാണ്. ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നാണോ? കൂടുതൽ കടുപ്പത്തിലുള്ള നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ദുൽഖറിനെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഖറിന്റെ കാറുകൾ നേരത്തെ പിടിച്ചിരുന്നു. ആ കാറുകൾ കോടതി മുഖേന ബാങ്ക് ഗ്യാരണ്ടി നൽകിക്കൊണ്ട് വ്യവസ്ഥകൾ മുഖേന വിട്ടുകൊടുക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിൽ ഇതിൻ്റെ ഇടനിലക്കാരടക്കമുള്ള ആളുകളെ പിടികൂടി. ഈ കേസിൽ ആകെ ഇന്ത്യയിൽ നിന്ന് ആകെയായിട്ട് 50 കാറുകളാണ് ഈ ഓപ്പറേഷൻ നിംഘോറിന്റെ ഭാഗമായിട്ട് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ 7 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദുൽഖറിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ആ
കഴിഞ്ഞ ദിവസമാണ് ദുൽഖറിനെ വൈകിട്ട് എറണാകുളത്തെ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുകയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിൽ ദുൽഖർ നൽകിയിരിക്കുന്നൊരു മൊഴി തനിക്ക് ഈ കാറുകൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചതാണ്, അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായി എത്തിച്ചതാണ് എന്ന് തനിക്കറിയില്ലായിരുന്നു. തൻ്റെ പക്കൽ ഇതിൻ്റെ മറ്റു രേഖകളും എല്ലാം തന്നെയുണ്ട്. ഇടനിലക്കാർ ഇത് ഉപയോഗിച്ചിരുന്ന കാറുകൾ എന്ന രീതിയിലാണ് തന്നെ സമീപിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയും എല്ലാം തന്നെ ചെയ്തത്. അതിന് മുൻപുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഈ എങ്ങനെ വന്നു, എങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ നിയമവിരുദ്ധമായി എത്തിക്കുക, ഇതൊന്നും തനിക്കറിയില്ല. തൻ്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ താനിത് വാങ്ങുമ്പോഴേക്കും അതിന് ആധികാരികമായ അതിൻ്റെ മറ്റ് രേഖകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് മറ്റ് വാങ്ങിയവരുമെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. കാരണം ഇതിനിടയിൽ കൂടുതൽ ലാഭമുണ്ടാക്കുകയും കള്ളക്കടത്ത് നടത്തുകയും ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇടനിലക്കാരും അതോടൊപ്പം തന്നെ ഭൂട്ടാനിൽ നിന്ന് എത്തിക്കുന്ന ഏജന്റുമാരും എല്ലാം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് സമാനമായ മൊഴി തന്നെയാണ് ദുൽഖറും നൽകിയിരിക്കുന്നത്. ഇതിൽ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് നേരത്തെ കാറ് ദുൽഖറിനെ വിട്ടു നൽകുകയും ചെയ്തിരുന്നത്. ഏതായാലും ദുൽഖറിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റംസ് അത് പരിശോധിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതുപോലുള്ള ഇപ്പോൾ ഈ വാഹനങ്ങൾ സ്വന്തമാക്കിയ മറ്റു പലരെയും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് വിളിച്ചു വരുത്തിയിരുന്നു. അവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആരുടെ പക്കൽ നിന്നാണ് ഈ കാറുകൾ വാങ്ങിയത്, അത് എത്ര രൂപയാണ് ഇത് നൽകി, ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്യുന്നു. ആ നടപടികളുടെ ഒരു തുടർച്ച തന്നെയാണ് ദുൽഖറിൻ്റെ ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടുള്ളത്. ദുൽഖർ പറഞ്ഞിരിക്കുന്നതാണ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ അറിയില്ല. ഒരു ഏജൻറ്റ് സമീപിച്ചിരുന്നു, അതിനനുസരിച്ചാണ് വാഹന കച്ചവടക്കാർ സമീപിച്ചിരുന്നു, അതിനനുസരിച്ചാണ് താൻ വാങ്ങുകയും ചെയ്തത്. തനിക്ക് വാഹനത്തോടുള്ള ഒരു ഭ്രമവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് മറ്റു പല വാഹനങ്ങളും വാങ്ങുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഈ ഒരു പഴയ വാഹനങ്ങൾ, ഒരു ആൻറ്റിക് പീസ് എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന പല വാഹനങ്ങളുണ്ട്. അതെല്ലാം തന്നെ താൻ ഇങ്ങനെ ഒരു ക്രൈസ് കൊണ്ട് വാങ്ങുന്നു എന്നതെല്ലാം തന്നെ ദുൽഖർ നൽകിയിട്ടുണ്ട്. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഇതിൽ പിടിച്ചെടുത്ത നിസാൻ പെട്രോൾ കാർ അതിലെ ആ സിനിമയുടെയും ഭാഗമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റംസ് കമ്മീഷണർ അടക്കമുള്ളവർ ദുൽഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ദുൽഖർ ഇവിടെ കസ്റ്റംസ് ഓഫീസിൽ എത്തിച്ചേർന്ന്. ഏതാണ്ട് 1 മണിക്കൂറോളം ദുൽഖർ ഓഫീസിലുണ്ടായിരുന്നതിന് ശേഷമാണ് ഡാനി. ശരി, ഏതായാലും ആ വിഷയത്തിൽ ദുൽഖർ സൽമാന് ഇനിയും ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാം എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്നലെയാണ് നടി അൻസിബ ഹസൻ നൽകിയ തുടർച്ചയായ പരാതികളിൽ ടിനി ടോമിനെതിരെ BNS വകുപ്പുകളിട്ട് കേസെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ജിഹാദി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള ചില പരാമർശങ്ങൾ ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പോലീസിൽ പരാതി നൽകിയിരുന്നു, പക്ഷേ തെളിവുകളില്ല എന്നതിൻ്റെ പേരിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിക്കുകയാണ് അൻസിബ ചെയ്തത്. കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ ടിനി ടോമിനെ ഉടൻ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടവന്ത്ര പോലീസിന് മുന്നിൽ ടിനി ടോമിന് ഹാജരാകേണ്ടി വരും. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം ഈ വിഷയത്തിൽ നിർണായകമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ വിഷയത്തിലും ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നേരത്തെ തെളിവില്ല എന്ന് കണ്ട് പോലീസ് പരിഗണിക്കാതിരുന്ന ഒരു വിഷയം കോടതി മനസ്സിലാക്കുന്നു അതിൽ തെളിവുണ്ടെന്ന്. കോടതി ഇടപെടുന്നു. ഒടുവിൽ കേസുമായി മുന്നോട്ട് പോകേണ്ട പശ്ചാത്തലം വരുന്നു. ഉടൻ തന്നെ ടിനിയെ വിളിച്ചു വരുത്തുമോ? നിലവിലത്തെ സാഹചര്യം അതുതന്നെയാണ്. ഉടൻ ടിനിയെ വിളിച്ചു വരുത്താൻ തന്നെയാണ് സാധ്യത. കാരണം ഈ കേസിൽ കോടതിയിൽ നിന്ന് പോലീസിന് ഒരു രീതിയിൽ വിമർശനമേറ്റിരുന്നു. കാരണം നേരത്തെ പോലീസ് നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ കേസെടുക്കാൻ മാത്രം തെളിവുകളില്ല എന്നതാണ്. ടിനി ടോം നടത്തിയ പരാമർശം അത് തമാശ രൂപേണ പറഞ്ഞതാണ് എന്നതെല്ലാം തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അൻസിബ കോടതിയെ സമീപിക്കുമ്പോൾ അൻസിബയ്ക്ക് അതിൽ ഒരു അനുകൂലമായതും ടിനിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായതും മറ്റൊരു നടിയുടെ മൊഴിയാണ്. കാരണം ഇവർ പറഞ്ഞത് താൻ ഇത്തരം പരാമർശങ്ങൾ അത് ഇങ്ങനെ അപമാനിക്കുന്നത് കേട്ടു എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ആ മൊഴിയാണ് ടിനിക്കും തിരിച്ചടിയായത്. ഈ രീതിയിൽ അൻസിബയെ മോശമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക, ഒപ്പം തന്നെ ജിഹാദി പരാമർശങ്ങൾ നടത്തുക എന്നതെല്ലാം പറഞ്ഞതാണ് ടിനി ടോമിന് തിരിച്ചടിയായത്. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾ തന്നെയാണ്, ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുക, വർഗീയമായി ചിത്രീകരിക്കുക എന്നീ വകുപ്പുകൾ തന്നെയാണ് ടിനിക്കെതിരെയും വരുന്നത്. ഈ 2 പരാമർശങ്ങളുടെ പേരിലും ടിനിക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസ് കുറച്ചുകൂടി വിശാലമായി അന്വേഷിക്കേണ്ടിയിരുന്നു എന്നതെല്ലാം തന്നെ കോടതിയുടെ പരാമർശങ്ങളിലുണ്ട്. അതാണ് കോടതിക്ക് പോലീസിന് ഒരു തിരിച്ചടിയാവുന്നത്. അത് വളരെ പെട്ടെന്ന് കേസെടുക്കാനായിട്ടുള്ളൊരു നിർദ്ദേശമടക്കം ഇതിലൂടെയാണ് വരികയും ചെയ്യുന്നത്. ഏതായാലും പോലീസിൻ്റെ ആദ്യ റിപ്പോർട്ടിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കമ്മീഷണർ പ്രതികരിച്ചപ്പോഴും ഉണ്ടായിരുന്നത് ഈ താരസംഘടനയായ അമ്മയ്ക്കകത്തെ കുഴപ്പങ്ങളാണ് ഈ രീതിയിലേക്ക് എല്ലാം തന്നെ വരുന്നത് എന്നതാണ്. അത് ഏതാണ്ടും ശരി തന്നെയാണ്. കാരണം നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ഭാഗത്താണ് ഈ ഒരു കേസും വരികയും ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറഞ്ഞ സംഭവങ്ങൾ താൻ കേട്ടു എന്ന രീതിയിലാണ് പിന്നീട് പരാതിയുമായി എല്ലാം തന്നെ വരുന്നത്. പോലീസിൽ ആദ്യം നൽകിയ പരാതിയിൽ തെളിവില്ല എന്ന രീതിയിൽ തന്നെ മാറ്റുന്നു. പക്ഷെ പിന്നീട് കോടതിയെ സമീപിച്ചാണ് അൻസിബ ഇപ്പോൾ അനുകൂല ഉത്തരവ് നേടുകയും ഇപ്പോൾ ടിനിക്കെതിരെ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത്. വൈകാതെ കടവന്ത്ര പോലീസ് ഈ കേസിൽ ടിനിയെ വിളിച്ചു വരുത്താൻ തന്നെയാണ് സാധ്യത. മറ്റ് തുടർ നടപടികളിലേക്ക് അടക്കം നീങ്ങിയേക്കും. ഏതായാലും ടിനിയും ഒരു നിയമസാധ്യത അതിൻ്റെ ഭാഗമായിട്ട് നിയമപരിരക്ഷ നേടാനുള്ള ചില ശ്രമങ്ങൾ കൂടി ടിനിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തങ്ങൾക്ക് വധഭീഷണി ഉണ്ടെന്ന് കുംഭമേള വൈറൽ താരവും ഭർത്താവ് ഫർമാനും ന്യൂസ് 18നോട്. നേരെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുമെന്നാണ് ഭീഷണി. ഓഫീസിലെ മധ്യപ്രദേശ് കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാനുള്ള അനുമതി തേടിയിരിക്കുകയാണ് ഇരുവരും. തങ്ങൾ കേരളത്തിലായതുകൊണ്ടാണ് സുരക്ഷിതരായിരിക്കുന്നതെന്നും കേരളത്തിൽ തന്നെ തുടർന്ന് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി. ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചു എന്നുള്ളത് കാരണം കൊണ്ട് മാത്രം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ലേഡി നമ്മളോടൊപ്പമുണ്ട്. നമുക്കറിയാം വൈറൽ താരമാണ്, കുംഭമേള താരമാണ്, മൊണോലിസ നമ്മളോടൊപ്പമുണ്ട്. അവർക്കിപ്പോഴും ഭീഷണി നേരിടുകയാണ്. അതായത് അവർക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭീഷണി വലിയ പ്രണയനായികയായി നടക്കുകയാണ്. പക്ഷേ നീ പാകിസ്ഥാനി വിവാഹം കഴിച്ചാൽ എൻ്റെ ആളുകൾ, എൻ്റെ ഗ്രൂപ്പിലുള്ളവർ നിന്നെ വന്ന് വെടിവെച്ച് കൊല്ലും, നിന്നെയും ഭർത്താവിനെയും വെടിവെച്ച് കൊല്ലും. അതിനൊപ്പം നീ ജയ് ശ്രീറാം എന്ന് പറയൂ, അതുപോലെ ജയ് മോദിജി, അതുപോലെ യോഗി ആദിത്യനാഥ് जय विलिकू എന്നുള്ള മെസ്സേജാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. आप क्या सोच रहे हैं? अब कोई खतरा है आपका जीवन में? जी बहुत ज़्यादा खतरा है. मध्य प्रदेश की पुलिस हमको खबर मिली है, इनकाउंटर करने का बोल रही है, गोली मारने का, मार डालेंगे करेंगे, ऐसी खबरें आ रही है. मुझे मैसेज भी आया, ऐसे मोबाइल में मैसेज भी आ रहे हैं मारने का. ये बाहर से भी हमको खबरें आई तो हम बहुत ज़्यादा डरे हुए, डर के मारे खाना खाने के लिए भी बाहर नहीं जाते. इतना ज़्यादा डर लगता है कि कोई मार देगा. अभी भी मध्य प्रदेश पुलिस अभी भी जांच रही है? हाँ अभी भी मध्य प्रदेश पुलिस हमें ढूंढ रही है. इधर ही है वो. इनके पास बेल 1 महीने का बेल दिया था इधर के कोर्ट ने, हाई कोर्ट ने. तो फिर भी बेल होने के बाद भी ढूंढ रही है. उनके 15 दिन के बाद ही, मतलब इनके यहाँ बेल है, 15 दिन से इधर ही है. उनको ढूंढ रही है हमको. बस पुलिस के सामने आप अभी भी अक्यूज्ड है. क्या सोच रहे हैं अक्यूज्ड और विक्टिम? मैं विक्टिम हूँ मैम. एक्चुअली वो अक्यूज्ड मुझे बनाना चाह रहे हैं क्योंकि शादी के दौरान इसकी सब एज प्रॉपर सारे डॉक्यूमेंट्स हैं मैम. पुलिस के पास कोई डॉक्यूमेंट्स इनका नहीं है. ओनली हॉस्पिटल का झूठा रिकॉर्ड है जो उनके पिताजी, माताजी और कुछ राजनीतिक लोगों ने दबाव में, जो केरल के भी है और उधर के भी एक डायरेक्टर है, उन्होंने मिल के पूरा षड्यंत्र बना के जो पूरा प्लानिंग से उसका ये हॉस्पिटल से फेक सर्टिफिकेट बनवाया जो इसके ब्रदर का है. मेरे पापा ने ही खुद वो आधार कार्ड दिया मेरा, और इतना झूठ वो कर रहे. मैंने मध्य प्रदेश की पुलिस को बोला भी कि देखो आप इतना ही मुझे ऐसा परेशान हम लोगों को कर रहे तो ठीक है, जो मेरे से मेरा भाई 2-3 साल छोटा है उनके आधार कार्ड डॉक्यूमेंट्स लाओ, मैं आ जाऊंगी मध्य प्रदेश. इन्होंने वीडियो कॉल में अभी 10 days बिफोर. വൈറൽ പെൺകുട്ടിയും ഭർത്താവും ഫർമാനുമാണ് കോടതിയെ ന്യൂസ് 8നോട് സംസാരിച്ചത്. ഇന്നലെയാണ് മധ്യപ്രദേശ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ഇവർ കേരളത്തിൽ തുടരുകയാണ്. ഇവരെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി. മാസങ്ങളായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഡിജിറ്റൽ റീസർവേയിലെ കരാർ ജീവനക്കാർ പ്രതിഷേധത്തിൽ. 4 വർഷമായി കരാറടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയവരാണ് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള 3500ഓളം ജീവനക്കാരാണ് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഡിജിറ്റൽ റീസർവേയിലെ കരാർ ജീവനക്കാരാണ് ഈ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരത്തിലായിരിക്കുന്നത്. എന്തായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. 4 വർഷമായി ഇവർ ജോലി ചെയ്തവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ മാസങ്ങളിലൊന്നും ഇവർക്ക് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സമരം ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലെ
സർവേയർമാരും ഒപ്പം ഹെൽപ്പർമാരും അടങ്ങുന്ന കരാർ ജീവനക്കാർ ഇപ്പോൾ സമരത്തിലെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ സമരത്തിലേക്ക്? 4 മാസമായി നമ്മുടെ ശമ്പളം മുടങ്ങിയിട്ട് നമ്മൾ സ്കൂളിൽ വിടുന്ന കുട്ടികളെ സ്കൂളിൽ വിടുന്നവരുണ്ട്. നമുക്ക് സ്കൂൾ ഉറപ്പിനൊന്നും കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ 4 രൂപയും 5 രൂപയും പലിശയ്ക്ക് കടമെടുത്താണ് നമ്മൾ ജോലിയിൽ വന്നുകൊണ്ടിരുന്നത്. ഇതുവരെയും നമ്മൾ നമ്മുടെ ജോലിയിൽ യാതൊരു തരത്തിലുള്ള മുടക്കവും നമ്മൾ വരുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് ഇത്രയും പെൻഡിങ് വന്നതുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കാനും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നടത്താനും വീട്ടു ചെലവുകൾ നടത്താനും നമുക്ക് യാതൊരു നിവൃത്തിയും ഇല്ല. അത് ഞങ്ങളുടെ ഒരു ദയനീയ അവസ്ഥയാണ്. ഈ പറയുന്ന ഇത്രയും ആൾക്കാരുടെ ഒരുമിച്ചുള്ള ഒരു ദയനീയ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിലവിൽ 4 മാസമുള്ള അതിന് മുമ്പേ നേരത്തെ നിങ്ങൾ കയറിയതിനു ശേഷം പല സമയങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ടില്ലേ? ഉണ്ട്, നമുക്ക് ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മുടങ്ങിയെങ്കിലും നമുക്ക് പിന്നെയും ഒരു 15 ദിവസം 20 ദിവസം കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമുക്ക് നമ്മുടെ LDF സർക്കാർ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അന്നേരം ഉണ്ടായിരുന്നു 1.5-2 മാസത്തെ ശമ്പളം നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരോട് നമ്മുടെ അധികാരികളോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല. എപ്പോൾ ഫണ്ട് കിട്ടും, നമുക്ക് എങ്ങനെയാണ്? അതുകൊണ്ട് മാസങ്ങളായി ശമ്പളം മുടങ്ങിയെ തുടർന്ന് ഡിജിറ്റൽ റീസർവേയിലെ കരാർ ജീവനക്കാരാണ് അവരുടെ ഗതികേട് അനുഭവിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ള 3500ഓളം ജീവനക്കാർക്ക് ഈ പ്രതിസന്ധിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇന്നലെ പുറത്തു വന്നത് TVK സർക്കാരിനെ അട്ടിമറിക്കാൻ നടന്ന രാഷ്ട്രീയ നീക്കം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാവുകയാണ്. TVK MLA-മാരെ കൂറുമാറ്റിക്കാൻ 35 കോടി വരെ വാഗ്ദാനം ചെയ്തു വന്ന വിവരവും സംഭവത്തിൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തതോടെ DMK ഇപ്പോൾ വല്ലാതെ പ്രതിരോധത്തിലാണ്. DMK MLA A. സെന്തിൽ ബാലാജിക്ക് കൂറുമാറ്റത്തിന് ശ്രമിച്ച ഇടനിലക്കാരുമായി ബന്ധമുണ്ട് എന്ന വിവരമാണ് പാർട്ടിയെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ DMK-യുമായി അടുക്കാൻ BJP നീക്കം നടത്തുന്നുവെന്ന വിവരവും പുറത്തുവന്നു. US-ഉം ഇറാനും ദോഹയിൽ വെച്ച് നടത്തിയ പരോക്ഷ സാങ്കേതിക ചർച്ചയിൽ പുരോഗതിയെന്ന് ഖത്തർ. ധാരണാപത്രത്തിലെ വിവിധ വ്യവസ്ഥകൾ ചർച്ചയായതായും വിവരമുണ്ട്. കരാർ ലംഘനം റിപ്പോർട്ട് ചെയ്യാൻ US-ഉമായി നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം രൂപീകരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ചർച്ചയിൽ വൻ പുരോഗതിയെന്നാണ് US പ്രസിഡന്റ് ട്രംപിന്റെ വിശദീകരണം. As far as things are going, the denuclearization of Iran is moving along well. They've had very good meetings, and we'll see. We hit them very hard for 3 nights, as you know, but we're getting along very well. So I call it the denuclearization, and it's all taking place. It's all going well. ഇതിനിടെ ഹോർമുസിൽ ഇറാൻ നിർദ്ദേശിച്ച പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്ത കപ്പൽ മണൽത്തിട്ടയിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽപ്പെട്ടു എന്ന വിവരവും പുറത്തുവന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ജൂലൈ 5 വരെ ശക്തമായ മഴ തുടരും. കനത്ത കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി. അന്തിമ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കെ സംസ്ഥാനത്ത് വീണ്ടും ആശങ്ക. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച നിയന്ത്രണ മേഖലയിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെയാകും നോട്ടിഫിക്കേഷൻ ഇറങ്ങുക എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിഷയത്തിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് മുൻപേ പരസ്പരം കുറ്റപ്പെടുത്തി തടിതപ്പുകയാണ് രാഷ്ട്രീയ നേതൃത്വം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ അഥവാ ESA നോട്ടിഫിക്കേഷനാണ് വരാനിരിക്കുന്നത്. 2026 ജൂലൈ അവസാനത്തോടെ നിലവിലെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ കാലാവധി അവസാനിക്കും. 132 വില്ലേജുകളിലായി 13,108.7 സ്ക്വയർ കിലോമീറ്റർ പ്രദേശമായിരുന്ന നിയന്ത്രണ മേഖല ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇത് 3,114 സ്ക്വയർ കിലോമീറ്ററാക്കി കുറച്ചു. ഇതിൽ നിന്ന് 886.7 സ്ക്വയർ കിലോമീറ്റർ കൂടി കുറയ്ക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ ഇത് പരിഗണിക്കപ്പെടുന്നില്ലെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ 8590.69 സ്ക്വയർ കിലോമീറ്റർ കേരളത്തിന്റെ ESA ആണ് എന്ന് പറഞ്ഞ് അന്നത്തെ ഗവൺമെന്റ് ശുപാർശ സമർപ്പിച്ചതല്ലാതെ യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കേരളത്തിന്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്നില്ല. കേരളത്തിന്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ വരാത്തതിന് കാരണം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 8590.69 എഴുതി കൊടുത്തിട്ട് ഇന്ന് പോകുന്നതല്ലാതെ യാതൊരു കമ്മ്യൂണിക്കേഷനും മുൻ LDF ഗവൺമെന്റ് കൊടുക്കാത്തതിന്റെ പേരിലാണ്. അത് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇവിടെ ഇറങ്ങുമായിരുന്നു. അന്തിമ നോട്ടിഫിക്കേഷൻ തയ്യാറാക്കാൻ ചുമതലയുള്ള സഞ്ജയ് കുമാർ കമ്മിറ്റി അടുത്ത മാസം കേരളം സന്ദർശിക്കും. നിയന്ത്രണ മേഖല കുറയ്ക്കുവാനുള്ള കഴിഞ്ഞ ശ്രമങ്ങൾ പുതിയ സർക്കാർ തുടരുന്നില്ലെന്നും വിമർശനമുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ ഉൾപ്പെട്ട്
ഈ റിപ്പോർട്ട് വലിയ അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത്. തങ്ങൾ കയറ്റിക്കൊണ്ടുവന്ന, തങ്ങൾ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ജനപ്രതിനിധികളുള്ള വാത്സല്യതരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ ആപത്തിനെ കാണാതിരിക്കുക എന്ന നിലപാടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ കാര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിഷേധം ഉയർന്നു വന്നില്ല എങ്കിൽ ഇരുണ്ട കാലത്തേക്കാണ് ഇടുക്കി പോകുന്നത് എന്ന തിരിച്ചറിവുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മലയോര കർഷക മേഖലയിൽ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ വലുതാണ്. വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം പരസ്പരം പഴിചാരുന്നത് പൊതുജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നമുക്കിനി ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. കൊല്ലം സ്വദേശിനി ചന്ദന സുമേഷിന്റെ പിറന്നാളാണ് ഇന്ന്. പെരുമൺ സ്വദേശി സുമേഷിന്റെയും ധനുജ കൃഷ്ണന്റെയും മകളാണ്. ആശംസകൾ അറിയിക്കുന്നത് അനിയൻ ഹരിനന്ദൻ, അമ്മുമ്മ, ഒപ്പം മറ്റ് ബന്ധുക്കളും. നെയ്യാറ്റിൻകര ഓലത്താനി സ്വദേശികളായ സുരേഷ് പ്രിയ ദമ്പതികളുടെ മകൻ പ്രവിത്തിന്റെ 13ാം പിറന്നാളാണ്. ആശംസകൾ നേടുന്നത് സഹോദരങ്ങളായ അമീനും പ്രണവും മറ്റ് കുടുംബാംഗങ്ങളും. പാലക്കാട് പുതുപ്പരിയാരം സ്വദേശി ഇഷാൻ KPയുടെ 2ാം പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ കൃഷ്ണപ്രസാദ്, അമ്മ ആര്യ, ചേട്ടൻ വിഹാൻ എന്നിവർ. രാവിലെ അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് ഫുട്ബോൾ വാർത്തകളുടെ വിശദാംശങ്ങൾ, ലോക ഫുട്ബോൾ വിശേഷങ്ങളുമായി എൽദോ പോൾ ചേരും ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.